ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എമ്പുരാൻ മൂവി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ പറയാന്നുള്ള ഉദ്ദേശമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സംഭവം അടിപൊളി പടമാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര സ്റ്റോറി ബിൽഡപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ട് പോണ്ട. നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ്. നമ്മള് ചുമ്മാ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് വിഷ്വൽസ് നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ആ ഒരു റേഞ്ചില് സംഭവം നമ്മളെ പൃഥ്വിരാജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് ഡീപ്പായിട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ വരെ നോട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് ഇങ്ങനെ ഹാ എന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് കാണണം. അതിന് പറ്റിയൊരു മൂവിയാണ്. നല്ല എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി മൂവി, ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാവുന്നത് ഈ മൂവിയാണ്. പറയുമ്പോൾ ഞങ്ങൾ എത്തിയത് ലേറ്റ് ആയിട്ടാണ്. 4:30 ഷോക്ക് ഞങ്ങൾ എത്തിയത് 5 മണിക്കാണ്. ഞങ്ങൾ ലേറ്റ് ആയി പോയി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മോന്റെ ഡയപ്പർ മാറ്റാൻ. എന്നിട്ട് പോലും കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ട് പോലും സത്യമായിട്ട് നന്നായിട്ട് ആസ്വദിച്ചു. നല്ല നമ്മളെ ഒരുപാട് ഡയലോഗ്സ് ഇപ്പം പൊതുവേ ഇങ്ങനെ ഒരു നായകൻ വില്ലൻ കോംബോ ലെവലിലൊക്കെ ഉള്ള മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡയലോഗില് കുറെ, നമ്മളെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ കുറെ ചവറ് ഡയലോഗ് കുത്തിക്കയറ്റിയിട്ടൊക്കെ ഉള്ള സാധനമായിരിക്കും, വെല്ലുവിളി ഡയലോഗും സംഭവങ്ങളും. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. ഡയലോഗ്സ് വളരെ കുറവാണ്. ലാലേട്ടനൊക്കെ വളരെ തുച്ഛമായ ഡയലോഗേ ഉള്ളൂ. ഇടി വെടി കുത്ത് പിന്നെ പൊട്ടിത്തെറി, അതൊക്കെ അടിപൊളിയായിരുന്നു. ഹെലികോപ്റ്റർ വരുന്നൊക്കെ സെറ്റ് സീനായിരുന്നു. സംഭവം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ഷോയ്ക്ക് പോകാൻ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ചാച്ചൻ എത്തുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്ത് കുറേ ദിവസം മുന്നേ തന്നെ എമ്പുരാൻ കാണാൻ പോകണം, എമ്പുരാൻ കാണാം. അത് മോഹൻലാൽ ഫാനായതുകൊണ്ടൊന്നുമല്ല, ആളത്ര മോഹൻലാൽ ഫാനൊന്നുമല്ല, പ്രത്യേകിച്ച് ആരുടെയും ഫാനല്ല. നല്ല അഭിപ്രായങ്ങളുള്ള നല്ല മൂവി കണ്ട് പോയി കാണാം. ഇത് പൃഥ്വിരാജിൻ്റെ കുറച്ച് ഫാനാണോ എന്ന് എനിക്ക് ചെറിയ സംശയമില്ലാതില്ല. റിവ്യൂസും ഇൻ്റർവ്യൂസൊക്കെ കുത്തിയിരുന്ന് കാണുന്നുണ്ട്. ആക്ച്വലി അവൻ്റെ അഭിനയങ്ങൾക്കാൾ കൂടുതൽ ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നാണ് എപ്പോഴും പറയാറ്. എന്തൊരു സാധനം കച്ചവടമാക്കാൻ കഴിയുക ആളുടെ ബ്രില്യൻസ് ആണല്ലോ. അപ്പോൾ അത് ഞാനും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കേട്ടോ. ആക്ച്വലി നല്ല ബ്രില്യൻസ് ഉണ്ട്. എങ്ങനെ എവിടെ ഒരു സാധനം സക്സസ് ആക്കാമെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ മൂവിയിലും അത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. നല്ല ഹോൾഡുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. കാരണം ഇതിൽ പറയുന്ന ആ ഒരു തീം പലതും തന്നെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതും നല്ല നേതാക്കന്മാർക്കിട്ടുള്ള നല്ല കൊട്ടുമാണ്. ഇതൊക്കെ സെൻസർ ബോർഡിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിയെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് പാടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ പുള്ളി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി അത്യാവശ്യം ഹോൾഡുള്ള ഒരാൾ തന്നെയാണ്. മൂവിക്ക് ഞങ്ങൾ ലേറ്റ് ആയിട്ടായിരുന്നു എത്തിയത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4:30 ഷോ ഞങ്ങൾ 5 മണിക്കാണ് എത്തിയത്. പക്ഷേ നമുക്കൊരു കണ്ടിന്യൂറ്റി മിസ്സിങ് ഒന്നും തോന്നിയില്ല. കാരണം ഇതങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയിൽ പോകുന്ന ഒരു സ്റ്റോറി സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഭയങ്കര തീവ്രമായ കഥ പ്രതീക്ഷിച്ചിട്ടും പോണ്ട, അങ്ങനത്തെ ഒരു സംഭവമല്ല. ആക്ച്വലി ഇതൊരു വിഷ്വൽ ട്രീറ്റാണ്. നല്ല രീതിക്കുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നന്നായിട്ട് എടുത്ത് കാണിച്ച് നല്ല ക്ലാരിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു മൂവി. ഏതൊരു സംഭവവും ഏത് തീമും ഭയങ്കര സ്റ്റോറി ആയിട്ട് പല കഥകളും പൊട്ടിപ്പോകാറുണ്ട്. പല മൂവീസും ഭയങ്കര സ്റ്റോറി ആയിരിക്കും, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത ആ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവതരണ ശൈലി നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മിസ്സായി പോകുന്ന സ്റ്റോറീസ് ഉണ്ട്, പരാജയപ്പെട്ടു പോകുന്നത്. ഇത് ആക്ച്വലി നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റോറി. മുരളി ഗോപിയുടെ ആ ഒരു ബ്രില്യൻസും ഇതിൽ നല്ല ക്ലിയറാണ്. കാരണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഇവരങ്ങ് കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പലർക്കും കൊള്ളാൻ ചാൻസ് ഉണ്ട്, അവരൊക്കെ ഈ പടത്തെ വിമർശിക്കാനും ചാൻസ് ഉണ്ട്. എനിവേ സൂപ്പറായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം തോന്നണം. എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഭയങ്കര എന്താ പറയുക വർഗീയതയും ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിനാണ് പോകുന്നത്. അപ്പം നമുക്ക് അത്ര വലിയൊരു മാനസിക സമ്മർദ്ദത്തിലുണ്ടാക്കുന്ന മൂവീസൊന്നും എനിക്കിഷ്ടമല്ല. ഇത് എനിവേ നല്ല അടിപൊളിയായിരുന്നു. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെ ഒക്കെ നല്ല സൂപ്പർ അഭിനയം കാണാൻ എനിക്ക് മൂവി എന്തായാലും പോയിട്ട് കാണണം.